എപ്പോഴും ആൾക്കാരുടെ അഭിപ്രായത്തിന് വില കൊടുത്തിരിക്കുന്ന ആൾക്കാർ പല ആൾക്കാരും മറ്റു പല ആൾക്കാർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മൾ കോമ്പറ്റ് ചെയ്യേണ്ടത് നമ്മളോട് മാത്രമാണ്, നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് നമ്മളുമായിട്ട് മാത്രമാണ്, നമ്മുടെ ഇന്നലകളേക്കാൾ ബെറ്ററായിട്ട് ഇന്ന് എങ്ങനെ ആവാം എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മറ്റുള്ള ആൾക്കാരുടെ ഒപ്പീനിയന് വില കൊടുത്ത് നമ്മൾ വലിയ ഫ്യൂച്ചർ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളും സ്വന്തം ഡിസിഷൻ എടുത്തിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. മറ്റ് പഞ്ചായത്ത് വിളിച്ച് കൂട്ടി അഭിപ്രായം ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരാൾക്കും ജീവിതത്തിൽ ഒരു വലിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റില്ല. നോർമൽ ലൈഫ് മാത്രമേ പറ്റുള്ളൂ. എന്തെങ്കിലും ഡിഫറൻ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരെപ്പോഴും അവർക്ക് ശരിയെന്ന് തോന്നുന്നതിൽ അടിയുറച്ച് നിന്ന് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതങ്ങനെ മാത്രമേ വിജയിക്കാൻ പറ്റുള്ളൂ. അതാണ് സ്വന്തമായിട്ട് ഒപ്പീനിയൻ ഉള്ളവർക്ക് മാത്രമേ ഒരു എൻ്റർപ്രണറായിട്ട് വളരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായവും പഞ്ചായത്ത് സഭ കൂടി എല്ലാവരും പൊതുവായിട്ട് പറയുന്നൊരു അഭിപ്രായത്തിനെ കേട്ട്, കാരണം എപ്പോഴും 98% ആൾക്കാരും ആവറേജ് തിങ്കിങ് ആൾക്കാരാണ്. അവരെ സംബന്ധിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് പോയി ഒരു ട്രഡീഷണൽ ഒരു പാറ്റേൺ നമ്മൾ സൊസൈറ്റി ഫോളോ ചെയ്യുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ കൂടെ പോകുന്നതാണ് കറക്റ്റ് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് 98% ആൾക്കാരും. നമ്മുടെ ബന്ധുക്കളുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഇടയിലും മുഴുവൻ ആൾക്കാരും കൂടുതൽ ആൾക്കാരും അങ്ങനെയുള്ളവരാണ്. അവരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരു ട്രൈ പോലും, ഇഷ്ടംപോലെ ടാലൻസ് ദൈവം കൊടുത്തിട്ടും ഒന്ന് ശ്രമിക്കുക പോലും ചെയ്യാത്തവരാണ് നമ്മുടെ നാട്ടിലുള്ള കൂടുതൽ ആൾക്കാർ. നിങ്ങളുടെ പരിചയത്തിൻ്റെ ഇടയിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലും എന്തുകൊണ്ടോ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കോളേജിലും സ്കൂളിലും വീട്ടിലും ഒക്കെ ഉള്ള ടീച്ചിങ് മുഴുവനും ഓർഡിനറി ആയിട്ട് ജീവിക്കാനാണ്. അവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക, ഇവനെ കണ്ടുപിടിക്കുക. ഓരോരുത്തരും ദൈവം ഉണ്ടാക്കിയിരിക്കുന്ന ഓരോരുത്തരും ഓരോ വലിയ അത്ഭുതങ്ങളായിട്ട് മാറാൻ പറ്റുന്ന, ലോകത്തൊരു സ്റ്റോറികളായി മാറാൻ പറ്റുന്ന, അല്ല നമ്മളിന്ന് കേൾക്കുന്ന പല സ്റ്റോറികളെ പോലെ വലിയ സ്റ്റോറി ആകാൻ പറ്റുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ തലയിൽ ഉണ്ടാക്കാറ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിൽ ആരെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ ചെയ്യുന്നതാണ്. ഒരു കമ്പ്യൂട്ടർ വാങ്ങിയാൽ ലാപ്ടോപ്പ് വാങ്ങിയാൽ ഉടനെ നമ്മൾ സോഫ്റ്റ്വെയർ ചെയ്യാറുണ്ട്, എന്നാൽ മാത്രമേ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ലാപ്ടോപ്പ് എത്ര നല്ല കമ്പനിയുടെ എത്ര വിലയുള്ള 1 ലക്ഷം, 1.5 ലക്ഷം, 2 ലക്ഷം രൂപയുടെ ലാപ്ടോപ്പ് ആണെങ്കിലും അതേ കേട്ടിരിക്കുന്ന സോഫ്റ്റ്വെയർ പോലെ അത് വർക്ക് ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നത്. നമ്മളെല്ലാം അത്ഭുതങ്ങൾ സംഭവിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം ഡിസിഷൻ എടുക്കുകയും മറ്റുള്ളവരുമായിട്ട് ആവറേജ് ചെയ്യുന്ന, ഞാൻ ആവറേജ് അല്ല, എനിക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഗ്രോ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഒരാൾ നമ്മളൊരു എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും. ആ എക്സ്ട്രാ ചിന്തിക്കേണ്ടി വരും. മറ്റുള്ളവർ കാണാത്ത കാര്യങ്ങൾ നമ്മൾ കാണേണ്ടി വരും. മറ്റുള്ളവർ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ഉണർന്നിരിക്കേണ്ടി വരും. മറ്റുള്ളവർ സിനിമയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങൾ ലോകത്തെ ഏറ്റവും അറിയപ്പെടുന്ന ചാമ്പ്യൻസായിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ ആരെങ്കിലും ഈ പറയുന്ന പരിപാടികൾ, ബാക്കിയുള്ളവരെല്ലാം സിനിമയ്ക്ക് പോകുന്ന സമയത്ത് സിനിമയ്ക്കും പോയി ലാലാപാടി, എല്ലാ കല്യാണങ്ങളും, എല്ലാ പെരുന്നാളുകളും, എല്ലാ സാധനങ്ങളും ഉണ്ടാകത്തില്ല. അവരുടെ ഫോക്കസ് അവരുടെ അതിലേക്കായിരിക്കും ഏറ്റവും. അത് അല്ലാത്ത സമയത്ത് മാത്രം ബാക്കിയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് കൂടുന്നുണ്ടാകും. പക്ഷേ അതിനകത്ത് അവരുടെ ഫോക്കസ് വിട്ടിട്ട്, ഞാൻ അടുത്ത കാലത്ത് ഒരാൾ എന്നോട് പറഞ്ഞാണ്, എനിക്ക് സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്ന് എപ്പോഴും നമുക്ക് ഫ്രീ ആയിട്ട് ചിലപ്പോൾ അവരാഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് ഇടപെടാൻ പറ്റാറില്ല. കാരണം എനിക്കൊരു ഫോക്കസ് ഉണ്ട്, അത് ഞാൻ ഡൈല്യൂട്ട് ചെയ്യാൻ ഞാൻ സമ്മതിക്കത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ബാക്കിയുള്ള ബാക്കിയുള്ള ആൾക്കാർക്ക് തമാശ പറയും, കളിചേരി പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലായിരിക്കാം അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യും. നമ്മളാരും നെഗറ്റീവായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ നമ്മൾ ജീവിതത്തിൽ സക്സസ്ഫുള്ളായി വലിയ ലെവലിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് വർക്ക് ചെയ്യണം. അത് രാവിലെയുള്ള സമയം 90 മിനിറ്റ് 90 ദിവസം നമ്മൾ കമ്മിറ്റ് ചെയ്താൽ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടാകും. നമ്മൾ ഏതെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റിലേക്ക് നമ്മൾ ഫിക്സായി കിട്ടാൻ, നമ്മുടെ മൈൻഡ് ഫിക്സായി കിട്ടാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അതിരാവിലെയുള്ള സമയം 90 മിനിറ്റ് 90 ഡേ കമ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ സാധാരണ ആൾക്കാർ, ഓർഡിനറി ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും 90 തയ്ക്കുകയില്ല. നമ്മൾ 89ാമത്തെ ദിവസമെങ്കിലും അതിലെതിരെ നമ്മൾ പോകും.